സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാനസയുടെ പ്ലാൻ എന്താണെന്ന് ജയമോഹനും ഹേമയും ചോദിക്കുന്ന സമയത്ത് ഹേമ പറയുന്നുണ്ട്, എന്തായാലും ഇനി ഇവളെ അലിഗയിലേക്ക് അവരെടുക്കില്ല, സസ്പെൻഡ് ചെയ്തിരിക്കുമല്ലേ. ജയിലിൽ പോയി വന്ന ഈ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും കമ്പനിയിൽ ഒരു ജോലി തിരക്കണം. അതേസമയം മാനസ പറയുന്നുണ്ട്, മറ്റൊരു കമ്പനിയിലും തനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലെന്നും തൻ്റെ അച്ഛൻ്റെ 200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അലിഗയിലുള്ള സ്ഥിതിക്ക് ഞാനിനി ഒരു ജോലിക്ക് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോകൂ. അച്ഛനാണെങ്കിൽ ഇത്രയും തുക ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും കമ്പനിയിലേക്ക് പോകുകയോ കാര്യങ്ങൾ തിരക്കുകയോ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഹേമ പറയുന്നു, മോള് പറഞ്ഞതിലും അല്പം കാര്യമുണ്ട്. ജയമോഹൻ ഇത്രയധികം പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും കാര്യങ്ങളൊന്നും നേരാവണ്ണം നോക്കി കാണുന്നില്ല. അതുകൊണ്ട് ജയമോഹൻ ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് ഞാനും പറയുന്നത്. അതും പ്രകാരം നമ്മുടെ ജയമോഹനാണെങ്കിൽ അലിഗയിലേക്ക് വരുന്നുണ്ട്. അതേ സമയമാണ് നമ്മുടെ കൺമണിയാണെങ്കിൽ കഷ്ടപ്പെട്ടിരുന്ന് വരച്ച് ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ക്രിഷായിട്ട് ആ ഡിസൈൻ കുളമാക്കിയിരുന്നെങ്കിലും പിന്നീട് ഒന്നും കൂടി കൺമണിയാണെങ്കിൽ ആ ഡിസൈൻ വരച്ച് സബ്മിറ്റ് ചെയ്യുന്നു. ദേവ്ജിക്കാണെങ്കിൽ ആ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സമയത്താണ് നമ്മുടെ ജയമോഹൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം കനേഡിയൻ ഗ്രൂപ്പിൻ്റെ ഒരു പ്രോജക്റ്റ് കിട്ടിയെന്നും അതിനായിട്ട് വരച്ച ഡിസൈനാണ്, താങ്കൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജയമോഹനാണെങ്കിൽ കൺമണിയോടുള്ള ദേഷ്യത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുന്നു. അതാണെങ്കിൽ കൺമണിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കി അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അതേസമയം കൃഷാണെങ്കിൽ കൃഷ്ണമണി എന്ന് വിളിച്ച് അങ്ങോട്ടേക്ക് വരുന്നതെല്ലാം ജയമോഹൻ കേൾക്കുന്നുണ്ട്. അതേസമയം മാനസയുടെ ഉറ്റ സുഹൃത്തായ കൂട്ടുകാരി ജയമോഹനോട് വന്ന് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവർക്കും കൺമണിയുടെ താല്പര്യങ്ങളാണ് പ്രധാനം. കൺമണിയാണ് ഈ കമ്പനിയുടെ ഓണർ എന്നുള്ളൊരു ഭാവമാണ് എല്ലാവരും കാണിക്കുന്നത്. അതൊക്കെ കേട്ടിട്ട് ജയമോഹന് നല്ല കലി വരുന്നുണ്ട്. മകൾക്കൊപ്പം ഇപ്പം കൺമണിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ നമ്മുടെ ജയമോഹനും ഹേമയ്ക്കും. അതേസമയം കൺമണിയുടെ വിഷമത്തിൻ്റെ കാര്യം അറിഞ്ഞ് കൃഷാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നു. ഈ ഡിസൈൻ എന്ത് കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്, എന്തായാലും ഞാനിത് അങ്കിളിനോട് പറഞ്ഞ് ഓക്കെ ആക്കിക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ജയമോഹൻ അങ്കിളിൻ്റെ അടുത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം കാണിക്കും. അതേസമയം ബലരാമനും ഭാഗ്യശ്രീയും ഇപ്പോഴും സുമിത്രയുടെ വീട്ടിൽ പെട്ടുകിടക്കുവാണല്ലോ. കുറേ ഗുണ്ടകളാണല്ലോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കുന്നതും രക്ഷപ്പെടാതെ. ഭാഗ്യശ്രീക്കാണെങ്കിൽ തീരെ വയ്യ, പനി പിടിച്ച് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് ബലരാമൻ ആവുന്നതും പറയുന്നുണ്ട്, ഒന്നീ ഡോക്ടറെ വിളിക്കണം അല്ലെങ്കിൽ മരുന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കണമെന്ന്. അതൊന്നും അനുസരിക്കാത്ത ഗുണ്ടകളാണെങ്കിൽ സുമിത്രയെ വിളിച്ച് കാര്യം പറയുമ്പം സുമിത്ര പറയുന്നു, ഇനി തർക്കത്തിനും വഴക്കിനൊന്നും പോകണ്ട, അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നടത്തി കൊടുത്തേരെ. അതും പ്രകാരം ഗുണ്ടകളാണെങ്കിൽ ഭാഗ്യശ്രീക്ക് വേണ്ട മരുന്നുകളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു. ആ ഒരു മാറ്റം ഭാഗ്യശ്രീക്കാണെങ്കിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നു. എന്തായാലും ഈ മാറ്റം അത്രയ്ക്ക് വിശ്വസിക്കുകയൊന്നും വേണ്ട, എന്തോ ഒരു പ്ലാൻ അമ്മയുടെ മനസ്സിലുണ്ട്, അത് നടപ്പിലാക്കാനുള്ള സമയമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം താമസിക്കാതെ അമ്മയുടെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ബലരാമനാണെങ്കിൽ ആകെ ഡൗട്ട് അടിച്ചിരിക്കുന്നുണ്ട്. അതേസമയം മാനസയോട് നമ്മുടെ സുമിത്ര പറയുന്നുണ്ട്, നമ്മുടെ പ്ലാൻ നടപ്പിലാക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. ബലരാമനെയും കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിച്ചിരിക്കും. അത് കൺമണിയുടെയും കൃഷിൻ്റെയും വിവാഹത്തിന് മുമ്പ് തന്നെയായിരിക്കും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഭാഗത്താണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാകും കാത്തിരുന്ന് കാണാം. എന്തായാലും ജയമോഹൻ അലിഗയിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. കൺമണിയെയും കൃഷിനെയും കമ്പനിയുടെ അധികാരത്തിൽ നിന്നും ഒരുപാട് താഴേക്ക് വലിച്ചിടുന്ന ആ ഒരു നീക്കത്തിലേക്ക് കഥ മുന്നോട്ട് പോകും. ബലരാമനാണെങ്കിൽ മാനസ വിവാഹം കഴിച്ചേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.